ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ ചേമ്പുണ്ട്. ഈ ചേമ്പ് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ചേമ്പൊന്ന് വറുത്ത് കഴിച്ചാലോ? അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്ത് ഞാൻ ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചു കേട്ടോ. കനം കുറച്ച് നമ്മുടെ മറ്റേ ആ സാധനമില്ലേ ഉരയ്ക്കുന്ന ആ ഗ്രേറ്ററില്ലേ, അതേ വെച്ചിട്ട് ചുരണ്ടി എടുത്താൽ കേട്ടോ. അപ്പം വലിയ ചേമ്പായിരുന്നത് കൊണ്ട് നടുവേ മുറിച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇച്ചിരി ചെറുതായത് നമുക്ക് ആ കനം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ പണിയൊന്നുമില്ല, നമുക്കൊന്ന് വറക്കാം. ആദ്യം തന്നെ ഇത് എല്ലാം അരിഞ്ഞെല്ലാം സെറ്റാക്കി വെക്കണം. അത് കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. കുറേശ്ശെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നന്നായിട്ട് ചൂടാവട്ടെ. ഇനി അവധിക്കാലം വരുമല്ലേ, അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ വറുത്തൊക്കെ പിള്ളേർക്ക് കൊടുത്താൽ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ വാങ്ങിച്ച് കൊടുക്കാതെ കഴിക്കാം അല്ലേ. ഇപ്പം ചേമ്പൊക്കെ പറിച്ച് വെക്കുന്ന നേരമാകുമ്പോൾ കുറച്ച് ചേമ്പും ചേന വറക്കാം, ചേമ്പ് വറക്കാം. അതുപോലെ നമുക്ക് എന്താ പറയുക, ഇച്ചിരി ചിപ്സൊക്കെ ഉണ്ടാക്കി വെക്കാം. അങ്ങനെ എല്ലാം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് ടിന്നിനകത്ത് ഇട്ട് വെക്കണം കേട്ടോ. ഞാൻ എല്ലാ അവധിക്കും ഇതുപോലെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. കുഴലപ്പം, അച്ചപ്പം, ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ബേക്കറിയിൽ നിന്നുള്ള ആ ഉപയോഗിച്ച എണ്ണയൊക്കെ ഉപയോഗിച്ചുള്ള ഉണ്ടാക്കലൊക്കെ അല്ലേ, അതൊക്കെ ഒഴിവാക്കി ഈ വെക്കേഷൻ നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെയാണല്ലോ നമ്മളല്ലേ. എന്തായാലും എല്ലാവരും ഉണ്ടാക്കുമെന്നറിയാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചാട്ടോ. ഇതാ നോക്കി, പെറുക്കിയിടാവേ. എണ്ണ നല്ലപോലെ ചൂടായി. വലിയ ചേമ്പായിരുന്നതുകൊണ്ട് ഇതിനെ ഒന്ന് നടുവ മുറിക്കേണ്ടി വന്നേ. അതുകൊണ്ടാണ് ഈ ഒരു കനത്തിലായിപ്പോയി, ചെറിയ പീസായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല മുരിഞ്ഞ് വരുമ്പം ഇതായിരിക്കും നന്നാവുക. അതിങ്ങനെ ഓരോന്നോരോന്ന് അടത്തി ഇട്ട് കൊടുക്കണേ. നമ്മുടെ ചേമ്പ് ഇതാ ആദ്യത്തെ ട്രിപ്പ് ഇങ്ങനെ വറുത്ത് കോരുവാണേ. ബാക്കിയുള്ള എല്ലാം ഇതുപോലെ വറുത്തെടുക്കണം. ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇങ്ങനെ ഇത്രയും നൈസാക്കി അരിഞ്ഞുകൊണ്ട് വേഗം ആകുന്നുണ്ട് കേട്ടോ. നല്ല ചേമ്പെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി മിനുക്ക് പണിയുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഒന്ന് വറുത്ത് ഇതിനകത്ത് ഇടണേ. ചുമ്മാ ഒരു രസത്തിനാട്ടോ. സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തേ. ഇനി നമ്മൾ ചെയ്യുന്നതിനാണെന്നറിയോ, ഇതാ ടിഷ്യൂ ഇതിൻ്റെ അടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടിഷ്യൂ അങ്ങ് വലിക്കാം. ടിഷ്യൂ ഇങ്ങെടുത്തു. ഇനിയും അതിനകത്ത് കുറച്ച് ഉപ്പ്, ഇതാ പാകത്തിന് ഉപ്പ്, ഒരു നുള്ള മുളക് പൊടി. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ എരിവ് വേണ്ട എങ്കിൽ കുറച്ച് ചേർത്തോട്ടോ. കണ്ടോ കിലികിലികിലാത് കേട്ടോ. നല്ല അടിപൊളി സാധനം കേട്ടോ. കിഴങ്ങ് വറുക്കുന്ന പോലെ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചേമ്പ് വറുത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ ഇത് കിഴങ്ങ് വറുത്ത് തിന്നുന്ന പോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. എന്നാലും ഒന്നും ഉണ്ടാക്കി നോക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറൊക്കെ തിന്നാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കില്ലേ, ഇതൊക്കെ വറുത്ത് ഇച്ചിരി ചോറ് വാരി കൊടുത്താൽ തിന്നോളും. ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ആണോ, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.